Hi guys, it's me Irshad. Welcome back to Lecture 2 of Python Basics. Today we are going to discuss some basic topics of Python such as print and input functions, variables and data types, and the casting. So without wasting time, let's start our class. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പൈത്തൺ എന്നത് ഇൻസ്റ്റാൾ ആയിട്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു വി എസ് കോഡും പൈത്തണും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. അതിന്റെ വീഡിയോ ഓൾറെഡി യൂട്യൂബ് അവൈലബിൾ ആയിരിക്കും. സോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി അഥവാ വേണമെങ്കിൽ ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് കമന്റിൽ പറയാം. സോ ആദ്യം നമുക്ക് ഈ പൈത്തൺ നമ്മുടെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിൽ കാണാൻ പറ്റും നമ്മൾ പൈത്തൺ ഇന്റർപ്രിറ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം, എൻ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ എന്താക്കാൻ പറ്റും, നമ്മളെ കോഡ് ഹൈ ലെവൽ കോഡിനെ മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യും, പൈത്തൺ ജസ്റ്റ് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ നമ്മൾ പൈത്തണിന്റെ ഷെല്ലിലേക്ക് നമ്മൾ എൻ്റർ ആവും. സോ ഇവിടെ ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്യാം. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കും. സോ ജസ്റ്റ് പ്രിന്റ് ഒരു കോമ ഹലോ ഇഷ്ടമുള്ള സ്ട്രിങ് കൊടുക്കാം, ഹലോ വേൾഡ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഹലോ വേൾഡ് എന്നുള്ളത് പ്രിന്റ് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങളെ സിസ്റ്റത്തിൽ പൈത്തൺ പ്രോപ്പറായി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ചില സമയം തന്നെ നിങ്ങൾ ഈ ഒരു പൈത്തണിലുള്ള കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എറർ വരാം. അപ്പൊ ആ സമയത്തും അതിന് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിട്ടില്ല എന്നതാണ്. സോ ചില സമയം നിങ്ങൾ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ടാവും, ബട്ട് ഇവിടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം. ജസ്റ്റ് ഒന്നുമില്ല, ആദ്യം തന്നെ നിങ്ങൾ എവിടെയാണോ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് ആ ഒരു ഫോൾഡറിൽ എന്ത് ചെയ്യുക, ആ ഒരു ഫോൾഡറിലെ ഫയൽ പാത്ത് ഒന്ന് കോപ്പി ചെയ്യുക. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പൈത്തൺ 11. ഈ ഒരു പാത്ത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പി സിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന അഡ്വാൻസ് സിസ്റ്റം സെറ്റിംഗ്സ് എടുക്കുക. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻവിറോൺമെന്റൽ വേരിയബിൾ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഇവിടെ രണ്ടാമത്തെ സിസ്റ്റം വേരിയബിൾസിൽ താഴോട്ട് പോയിട്ട് ഈ പാത്ത് ഉണ്ടല്ലേ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറെ വേരിയബിൾസ് കാണാൻ പറ്റും, എൻവിറോൺമെന്റൽ വേരിയബിൾസ് എന്ന് പറയും. പക്ഷെ ഇവിടെ കാണാൻ പറ്റും ഞാനിപ്പോൾ ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്, ആ ഒരു ഫയൽ പാത്ത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇപ്പൊ അഥവാ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എങ്കിൽ ജസ്റ്റ് ന്യൂ എന്ന് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ ആ ഒരു ഫയൽ പാത്ത് ആഡ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. ഇതിന് എൻ്റർ കൊടുത്താൽ നിങ്ങൾ ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കമാൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പിന്നെ പ്രോപ്പറായിട്ട് പൈത്തൺ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പൊ ഞാൻ ഓർഡർ കൊടുത്തുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല. ഇത് ജസ്റ്റ് നോക്കുക, ഓക്കെ കൊടുത്തിട്ട് ജസ്റ്റ് മൂവ് ചെയ്യാം. സോ ഇങ്ങനെയാണ് ആ ഒരു എറർ നിങ്ങൾക്ക് കമാൻഡ് ലൈനിൽ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്. സോ നമുക്ക് നെക്സ്റ്റ് നമ്മളെ മെയിൻ ടോപ്പിക് ആയില്ല പ്രിന്റും ഇൻപുട്ട് ഫംഗ്ഷൻസും എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഇനിയുള്ള നമ്മളെ പൈത്തൺ കോഡ് നമ്മൾ ബി എസ് കോഡിലായിരിക്കും റൈറ്റ് ചെയ്യുക. അത് നിങ്ങൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നു. സോ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് നമ്മളെ പ്രിന്റ് ആൻഡ് ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഈ രണ്ട് ഫംഗ്ഷനും കമ്പാരിറ്റീവ് ചെയ്യുമ്പോൾ പ്രിന്റ് ഫംഗ്ഷൻസ് ആണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറ്. കമ്പാരിറ്റീവ്ലി പ്രിന്റ് ഫംഗ്ഷൻ നമ്മളെ കൂടുതൽ ലോജിക്കൽ എറേഴ്സ് ഒക്കെ നമുക്ക് കണ്ടെത്താനും നമ്മളെ ഡീബഗ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ നമുക്ക് പ്രിന്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇൻപുട്ട് ഫംഗ്ഷൻസും മെയിൻലി നമ്മളെ ബേസിക് പ്രൊജക്ട്സിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഹൈ ലെവൽ പ്രൊജക്ട്സ് ഒന്നും നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻസ് പൊതുവെ യൂസ് ചെയ്യാറില്ല. സോ നമുക്ക് ബേസിക് പഠിക്കുമ്പോൾ ഇതൊന്ന് കവർ ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ പ്രിന്റ് ഫംഗ്ഷനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ഈ പ്രിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ഔട്ട്പുട്ട് ഏരിയയിൽ നമ്മൾക്കൊരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ നോക്കിയാൽ ഡിസ്പ്ലേസ് ഔട്ട്പുട്ട് ടു ദ കൺസോൾ ടെർമിനൽ. ഈ കൺസോൾ ടെർമിനൽ വെച്ചാൽ നമ്മൾ ഈ ഒരു പൈത്തൺ ഇന്റർപ്രിറ്റർ നമ്മൾ എഴുതിയ പ്രോഗ്രാമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ കാണുന്നത്, ഈ ഒരു കൺസോൾ ടെർമിനൽ കാണുന്നത്. സോ അവിടെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് സിൻടാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആദ്യം ഇവിടെ ഒരു പ്രിന്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ, ഒരു പ്രിന്റ് എന്നുള്ളൊരു കീവേഡ് ആദ്യം എഴുതിയിട്ട് റൈറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പരാൻതീസിസ് ഇടും. അതിന്റെ അകത്തായിട്ട് ഇൻസൈഡിൽ നമുക്ക് വേണ്ട എന്താണോ നമുക്ക് ആ ഒരു ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യേണ്ടത് ആ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ കൊടുക്കുക.
ഇപ്പൊ ഇവിടെ നമുക്ക് കോമ ഇട്ടിട്ട് നമുക്ക് ഓരോ സ്ട്രിംഗ് കൊടുക്കാൻ പറ്റും. അത് ഞാൻ നമ്മളെ കോഡ് തന്നെ കാണിച്ചു തരാം. സോ അങ്ങനെയാണ് അതിന്റെ സിന്റാക്സ് വരുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് പ്രിന്റ് എന്ന് കൊടുത്തിട്ട് അതിനുള്ളിൽ ഡബിൾ കോട്ടിൽ ഹലോ വേൾഡ് എന്ന് കൊടുക്കണം. ഈ ഡബിൾ കോട്ട് ആക്ച്വലി മീൻസ് വെച്ചാൽ ഒരു സ്ട്രിംഗ് ആണെന്നാണ്. അഥവാ നമ്മൾ നോർമലി ടെക്സ്റ്റ് ആണുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഡബിൾ കോട്ട് ഇടുന്നത്. ഓക്കെ, സിംഗിൾ കോട്ട് ഇടാം, ഡബിൾ കോട്ട് ഇടാം. ഓക്കെ, ദ ആൻസർ ഈസ് ഇതേപോലെ നമുക്ക് വേറെ പ്രിന്റ് ചെയ്യാം. കോമ ഇട്ടിട്ട് ദ ആൻസർ ഈസ് 42 എന്ന് പറഞ്ഞത് പ്രിന്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഇത് നമ്മൾ ഡാറ്റ ടൈപ്സ് കൂടുതൽ പഠിക്കും. സോ ഇതൊരു സ്ട്രിംഗും ഇതൊരു ഇൻഡിജറും ആണ്. ഓക്കെ, ഇങ്ങനെയാണ് പ്രിന്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളെ VS കോഡ്. സോ നമുക്ക് ആദ്യം നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് പരാൻസിനുള്ളിൽ നമ്മൾക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ട് ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു റൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും ഹലോ വേൾഡ് എന്നുള്ളത്. ഓക്കെ, ഈ ഹലോ വേൾഡ് എന്നുള്ളത് കാണാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസിൽ വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഹൗ ആർ യു എങ്കിൽ നമുക്ക് റൺ ചെയ്താൽ കാണാൻ പറ്റും ഹൗ ആർ യു എന്നുള്ളത്. നമുക്ക് കോമ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം സ്ട്രിങ്ങിനെ കൊടുക്കാം, സ്ട്രിങ്ങോ ഇൻഡിവിജ്വലോ കൊടുക്കാം. മൈ ഏജ് ഈസ് നമുക്ക് എന്തെടുക്കാം, ഒരു 90 എന്ന് കൊടുക്കാം. ജസ്റ്റ് റൺ ചെയ്താൽ കാണാൻ പറ്റും ഇതാ മൈ ഏജ് ഈസ് 90 എന്നുള്ളത്. സോ ഇങ്ങനെ നമുക്ക് എന്താക്കാം പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ഇതിന്റെ ഒരു യൂസ് ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ കൺസോളിൽ നമുക്ക് എന്ത് കിട്ടാൻ നമുക്കൊരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിന്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ യൂസറിന്റെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. റീഡ്സ് ഇൻപുട്ട് ഫ്രം ദ യൂസർ വിയ ദ കീബോർഡ്. അതിന് സിന്റാക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻപുട്ട് എന്നുള്ള കീബോർഡ് യൂസ് ചെയ്ത് പരാൻസിനുള്ളിൽ നമുക്ക് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. അത് ഓപ്ഷണൽ ആണ്. ആ മെസ്സേജ് നമുക്ക് യൂസർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ടൈപ്പ് ഡാറ്റ ആണ് എൻ്റർ ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻപുട്ട് എന്നുള്ളത് എക്സാമ്പിളിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇൻപുട്ടിൽ എന്താ കൊടുത്തിട്ടുള്ളത് എൻ്റർ യുവർ നെയിം എൻ്റർ ചെയ്യുന്നത്. എന്നാൽ മാത്രം യൂസർ മനസ്സിലാവും ഇവിടെ നെയിമാണ് എൻ്റർ ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് ആ ഒരു സ്ട്രിംഗ് മെസ്സേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കത് ഡെമോൺസ്ട്രേറ്റ് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഓൾറെഡി ഒരു ഇൻപുട്ടും പ്രിന്റ് ഫംഗ്ഷൻസും എഴുതിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ലൈനിൽ ഇൻപുട്ട് ഉണ്ട് എൻ്റർ യുവർ നെയിം, അതിനുശേഷം പ്രോഗ്രാം ഡൺ എന്നുള്ളത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ടെർമിനലിൽ കാണാൻ പറ്റും ഫസ്റ്റ് ലൈൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി, നമ്മൾ ആ ഒരു ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴാണ് ആ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനുശേഷം നെക്സ്റ്റ് ലൈൻ മുതൽ അത് റൺ ആവും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു നില കൊടുക്കാം. അതിനുശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞ പാടും ബാക്കിയുള്ള പ്രോഗ്രാം റൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഇൻപുട്ട് ഫംഗ്ഷന് നമ്മൾ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ എബിലിറ്റി ഉണ്ട്, യൂസറിന്റെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ എബിലിറ്റി ഉണ്ട്. അത് മനസ്സിലാക്കാം. സോ നമുക്ക് ഇത് വെച്ച് നമുക്കൊരു ചെറിയൊരു പ്രൊജക്ട് ചെയ്യാം. പ്രൊജക്ട് എന്ന് പറയുന്നില്ല, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എന്താണ് പ്രൊജക്ട് പറയുന്നത് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന നോക്കാം. എന്താണെന്ന് വെച്ചാൽ യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങി നെയിം കളക്ട് ചെയ്തിട്ട് നെയിമും പിന്നെ എന്താ വേണ്ടത്, പിന്നെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കളക്ട് ചെയ്യുക. എന്നിട്ട് എന്താക്കാം, അത് പ്രിന്റ് ചെയ്യാം. എവിടെ ഈ പ്രോഗ്രാം ഡണ്ണിന് പകരം എന്ത് പ്രിന്റ് ചെയ്യുക, നമ്മളെ യൂസറിന്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും. സോ ഇപ്പം വീഡിയോ പോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. സോ നമുക്ക് എന്തായാലും അതൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രിന്റ് എന്നെഴുതും. അതിനുശേഷം നമുക്ക് പ്രിന്റിനുള്ളിലാണല്ലോ നമുക്ക് ഡാറ്റ വേണ്ടത്, നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ഡാറ്റ എഴുതുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് എഴുതും, ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തിട്ട് കോമ ഇട്ടിട്ട് ഇവിടെയാണ് നമുക്ക് ഡാറ്റ വേണ്ടത്. ആ ഡാറ്റ എവിടെ നിന്ന് കിട്ടും, നമുക്ക് യൂസറിന്റെ കയ്യിൽ നിന്നാണ് ഡാറ്റ കിട്ടുന്നത്. സോ നമ്മൾ ഇവിടെ എന്തും എൻ്റർ ഫസ്റ്റ് നെയിം. ഓക്കെ, ഈ ജസ്റ്റ് ഒന്ന് കോമ ഇട്ടു, നമ്മൾ കുറച്ച് സ്പേസ് വേണ്ടി ഇങ്ങനെ ഇട്ടു. അതിനുശേഷം വീണ്ടും നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്, ലാസ്റ്റ് നെയിം കൊടുത്തു. അതിനുശേഷം ഇവിടെയാണ് നമുക്ക് എന്ത് ലാസ്റ്റ് നെയിം എഴുതേണ്ടത്. റൈറ്റ്, സോ അത് ഇവിടുന്ന് കിട്ടും നമുക്ക് യൂസറിന്റെ കയ്യിൽ നിന്ന് കിട്ടും. സോ നമ്മൾ എന്താ ഇവിടെ ഇൻപുട്ട് എൻ്റർ ലാസ്റ്റ് നെയിം. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട് ഇർഷാദ്, ലാസ്റ്റ് നെയിം ഇസ്മായിൽ. എൻ്റർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഫസ്റ്റ് നെയിം എന്നത് ഇർഷാദ്, ലാസ്റ്റ് നെയിം എന്നത് ഇസ്മായിൽ. ഇതാണ് ഇന്ന് നമ്മൾ ചെയ്ത ചെറിയൊരു പ്രൊജക്ട് പ്രിന്റ് ആൻഡ് ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചിട്ട്. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ ആ ഒരു ഫസ്റ്റ് നെയിം കൊടുത്തു. അതാണ് എവിടെ വരുന്നത്, ഫസ്റ്റ് നെയിമിൽ വന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ യൂസറിന്റെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു. ആ ഡാറ്റ നേരെ എവിടെ വരിക, ഈ ഒരു പോർഷനിലേക്ക് എന്താവും ആ ഡാറ്റ വരും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് സ്പേസ് കൊണ്ട് ഇത് കൊടുത്തു. അതേപോലെ തന്നെ ലാസ്റ്റ് നെയിം ചെയ്തു. ഇതാണ് നമ്മൾ പ്രിന്റും ഇൻപുട്ടും വെച്ചിട്ട് ചെറിയൊരു പ്രൊജക്ട് ചെയ്തത്. ഓക്കെ, ആർക്കൊക്കെ ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് കമന്റ് ചെയ്യുക. സോ നമുക്ക് ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് വേരിയബിൾസ് എന്നുള്ളത്. ഈ ഒരു വേരിയബിൾ എന്നുള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ കൺസെപ്റ്റ് നമ്മൾ എല്ലാ പൈത്തൺ പ്രോജക്റ്റും നമ്മൾ യൂസ് ചെയ്യും. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ
ChatGPT വഴി അതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക് ആണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളത് ഈ ഒരു വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യും. സോ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഈ വേരിയബിൾസ് ഞാൻ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് പർപ്പസിനാണ് നമ്മൾ ഈ സംഭവം യൂസ് ചെയ്യുന്നത് പറയാം. അതിനുശേഷം നമ്മൾ ഇതിന്റെ കുറച്ച് റൂൾസും കാര്യങ്ങൾക്കും വരാം. സോ ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും, ഇതാണ് നമ്മളെ പൈത്തൺ ഫയൽ എന്നുള്ളത്. ഓക്കെ, ഇതാണ് നമ്മളെ പൈത്തൺ ഫയൽ. ജസ്റ്റ് നമുക്ക് പൈത്തണിൽ ഇതാണ് കുറച്ചൊരു കോഡ് ഇവിടെ ഉണ്ട് വിചാരിക്കുക. നമുക്ക് ഇവിടെ ഒരു പൈത്തണിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ഡാറ്റ നമ്മളെ കൈമുണ്ട് വിചാരിക്കും. ആ ഒരു ഡാറ്റ നമ്മൾക്ക് പൈത്തണിൽ വേറെ ഏതോ ഒരു സ്ഥലത്ത്, വേറെ ഏതൊരു പൊസിഷനിൽ നമുക്ക് ആ ഒരു ഡാറ്റ യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. അഥവാ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ആ ഡാറ്റ യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്, ഈ ഒരു ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡാറ്റ ഉണ്ട്, ആ ഡാറ്റ നമുക്ക് വേറെ ഏതെങ്കിലും പൈത്തൺ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഇപ്പോഴും നോളജ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സമയത്താണ് നമ്മൾ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ചെയ്യുക വെച്ചാൽ, നമുക്ക് എവിടെയാണോ നമുക്ക് ഡാറ്റ കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ആ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്, ആ സമയത്ത് ഇവിടെ നമ്മളെ മെമ്മറിയിൽ നിന്ന് നമ്മൾ ആ ഒരു ഡാറ്റ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ ഒരു ചെറിയൊരു സ്പേസ് അലോക്കേറ്റ് ചെയ്യും. ആ ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്തില്ല, അതിൽ രണ്ട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യും. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏത് വാല്യൂ ആണോ അതിൽ സ്റ്റോർ ചെയ്യേണ്ടതും അതും, പിന്നെ ഉള്ളത് ആ ഒരു മെമ്മറിനെ ആക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു യുണീക്ക് നെയിം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ ഡാറ്റ നമ്മൾ എപ്പോഴാണ് വേരിയബിൾ യൂസ് ആ സമയത്ത് നമ്മൾ ഈ രണ്ട് സംഭവം കൊടുക്കും. അതിനുശേഷം നമുക്ക് ഇവിടെയാണല്ലോ ഈ ഒരു ഡാറ്റ ആക്സ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ജസ്റ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ ഈ നെയിം, നമ്മൾ ഇവിടെ കൊടുത്ത നെയിം നമ്മൾ ഇവിടുന്ന് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ സംഭവിച്ചത്? നമുക്ക് പ്രോഗ്രാമിൽ വേറെ ഏതോ ഒരു ലൈനിലുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. അതിനുശേഷം നമുക്കത് വേറെ ഏതോ ഒരു ലൈനിൽ നമുക്കത് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആക്സസ് ചെയ്യും. ഇങ്ങനെയാണ് വാരിയബിൾസിന് ആ ഒരു വർക്കിംഗ് സംഭവിക്കുന്നത്. സോ നമ്മൾ കുറച്ച് റൂൾസിലേക്ക് പോകാം. നമ്മൾ ഇവിടെ പറഞ്ഞു, ഇവിടെ നമ്മൾ നെയിം എന്നുള്ളത് കൊടുക്കും. സോ ഈ നെയിം കൊടുക്കുന്നതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഉണ്ട്. സോ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് വെച്ചാൽ വേരിയബിൾസിന് നെയിം കൊടുക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി ലോവർ കേസ് ലെറ്ററോ അല്ലെങ്കിൽ അപ്പർ കേസ് ലെറ്ററോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ. ഈ മൂന്ന് ടൈപ്പുള്ള വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലോവർ, അപ്പർ ആൻഡ് അണ്ടർസ്കോർ. വേറെ ഏത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സും സ്പേസും അതുപോലെ നമ്പേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കുക. ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി ക്യാപിറ്റൽ, ലോവർ കേസ് ആൻഡ് ഓർ അണ്ടർസ്കോർ. ഓക്കെ, ഇനിയുള്ള നെക്സ്റ്റ് റൂൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പൈത്തണിൽ ഇതേപോലെ തന്നെ കുറച്ച് വേർഡ്സ് ഓൾറെഡി റിസർവ്ഡ് ആണ്. സോ ആ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിഫറെന്റ് വേർഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ അത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. ഇപ്പൊ നമ്മൾ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻഡ്, കണ്ടിന്യൂ, ബ്രേക്ക്, ഇതൊക്കെ ഓൾറെഡി പൈത്തണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു പൈത്തൺ ഫംഗ്ഷൻ ആണ്. സോ ഇത് നമുക്ക് ഒരിക്കലും ഈ ഒരു നെയിം നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, നമ്മൾ വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിഫറെന്റ് വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഡാറ്റ ടൈപ്പ് ആണ്. നമ്മൾ പൈത്തണിൽ ഒരു ഡാറ്റ സ്റ്റോർ ഇല്ല. അതിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റിൽ പറയും. പൈത്തണിലെ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്സിനെ കുറിച്ച് പറയും. ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. നെയിം എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. നമ്മളിവിടെ നെയിം എന്നുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിനു ശേഷം ഈക്വൽ ടു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ നമ്മൾ ഈക്വൽ ടു എന്നുള്ള മീൻ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്ന ഡാറ്റ നേരെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു നെയിം എന്ന വേരിയബിളിലേക്കായിരിക്കും. സോ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്റെ നെയിം ആയിട്ടുള്ള ഇർഷാദ് തന്നെ കൊടുത്തു. സോ ഈ ഒരു സമയത്ത് എന്താ സംഭവിക്കുന്നത്? മെമ്മറിയിൽ ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്ത് അവിടെ നെയിം എന്നുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയറും പിന്നെ അവിടെ വാല്യൂ ആയിട്ട് ഇർഷാദ് എന്നുള്ളത് കൊടുക്കും. ഇത് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ എവിടെ നമ്മൾ നെയിം യൂസ് ചെയ്താലും അവിടെ എന്താണ് എനിക്ക് കിട്ടുക? എനിക്ക് അവിടെ ഇർഷാദ് എന്നുള്ളത് നെയിമിനെ ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് നെയിമിന്റെ കൺവെൻഷനിലേക്ക് വരുമ്പോൾ നെയിം കൊടുക്കുമ്പോഴുള്ള കുറച്ച് റൂൾസ് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം പറഞ്ഞു, ഇവിടെ അപ്പർ കേസ് നമുക്ക് കൊടുക്കാൻ പറ്റും, വാർന്നില കൊടുക്കാൻ പറ്റും, അപ്പർ കേസ് നമുക്ക് കൊടുക്കാൻ പറ്റും, ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നമുക്ക് അണ്ടർസ്കോർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അണ്ടർസ്കോർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് ഇതാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമ്പേഴ്സും. അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
നമ്പർ കൊടുത്തിട്ട് ഞാൻ നെയിം എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ടൈപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എന്തോ ഒരു എറർ ഉണ്ട്, ഒരു റെഡ് ലൈൻ കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് ഒന്ന് മൗസ് ഹോവർ ചെയ്താൽ കാണാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് ഈസ് മസ്റ്റ് ബി സെപ്പറേറ്റ് ബൈ ന്യൂ ലൈൻസ് എഴുതുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ളത് വേരിയബിൾ നെയിമിന്റെ ഇഷ്യൂസ് ആണ് കാണിക്കുന്നത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ കാണാൻ പറ്റും ആ ഒരു വൺ നെയിം എന്നുള്ള ആ ഒരു വേരിയബിളിലെ അവിടെ സിൻടാക്സ് എറർ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഈ ഒരു ടൈപ്പ് വേരിയബിൾ നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്പേഴ്സ് യൂസ് ചെയ്ത്. അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഡോളർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈൻ യൂസ് ചെയ്ത് നെയിം ഈക്വൽ കൊടുത്താലും സെയിം എറർ നമുക്ക് വീണ്ടും കിട്ടും. സോ നമുക്ക് കമാൻഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു നെയിമിൽ എന്താ കാണിക്കുന്നത്, അത് ആ ഒരു ലൈനിൽ ഒരു എറർ ഉണ്ട് കാണിക്കുന്നു. ഓക്കെ, കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് ഒരിക്കലും നെയിമിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഡാറ്റ ഇപ്പൊ നമ്മൾ ഓൾറെഡി നെയിമിന് എന്ത് കൊടുത്തു, ഇർഷാദിനെ കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡാറ്റനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നെയിമിൽ എന്ത് കൊടുക്കാം, നമുക്ക് മുഹമ്മദ് ഇർഷാദിൽ നമുക്ക് വേണം കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അതുപോലെ നമുക്ക് നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അഥവാ ആ ഒരു വാല്യൂവിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു വേരിയബിൾ നമുക്ക് എവിടെ യൂസ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഇത് പഠിച്ചത് നമ്മൾ നോളജ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആണ് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രിന്റ് എന്നുള്ള ഫംഗ്ഷൻ. പ്രിന്റ് എന്നുള്ള ഫംഗ്ഷനിൽ നമുക്ക് ഏതാണ് വേണ്ടത്, നമുക്ക് ഈ നെയിം എന്നുള്ള ഡാറ്റയാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ നെയിമിലെ വേരിയബിളിലെ നെയിം നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ പാസ് ചെയ്യും. ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഡയറക്റ്റ് ആ നെയിമിൽ കൊടുക്കുക, ഒരിക്കലും ഡബിൾ കോട്ടിലോ സിംഗിൾ കോട്ടിലോ കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പാടില്ല. ഇവിടെ ഇപ്പൊ രണ്ട് ചെയ്ത് കാണാൻ പറ്റും എന്താ കാണിച്ചിട്ടുള്ളത്, പ്രിന്റ് ചെയ്തിട്ടുള്ളത് മുഹമ്മദ് റിഷാദ് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ റിഷാദ് കൊടുത്തു, പക്ഷെ അത് അവിടുന്ന് പിന്നെ ചേഞ്ച് ചെയ്തു. അതിനുശേഷം നെയിമിൽ എപ്പോഴും എന്താ ഉണ്ടാവുക, മുഹമ്മദ് റിഷാദ് ആണ് ഉണ്ടാവുക. സോ ആ നെയിമാണ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ ഇവിടെ ഞാനിപ്പോ ഡബിൾ കോട്ടിലോ സിംഗിൾ കോട്ടിലോ കൊടുത്താൽ അത് അവിടെ പ്രിന്റ് ചെയ്യാവുന്നത് നെയിമിലായിരിക്കും. കാരണം ഈ ഒരു ഡബിൾ കോട്ടും സിംഗിൾ കോട്ടും ശരിക്കും മീൻ ചെയ്യുന്ന വെച്ചാല് ആ ഒരു ഡബിൾ കോട്ടും സിംഗിൾ കോട്ടിലും ഇൻസൈഡിലുള്ള ഡാറ്റ എന്ന് പറയുന്നതായിരിക്കും അവിടെ യൂസ് ചെയ്യുക. ഇൻസൈഡിൽ ആ ഒരു ഡാറ്റ ആണ് യൂസ് ചെയ്യുക, ഒരിക്കലും അതൊരു വേരിയബിൾ ആയിട്ട് അത് കൺസിഡർ ചെയ്യില്ല. മനസ്സിലായോ? സോ നമ്മൾ ഇവിടെ വേരിയബിൾ യൂസ് ചെയ്യുന്നത് മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഡബിൾ കോഡ് സിംഗിൾ കോഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഇത്രയാണ് എന്ത് ചെയ്യുന്നത് വേരിയബിളിനെ കുറിച്ച് കൂടുതലായിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ വേരിയബിൾസിനെ കുറിച്ച് പറയാനുള്ളൂ. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. സോ ഇത് സിമ്പിൾ ആണ് സംഭവം, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് വേരിയബിൾ ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടിയും പറയാൻ വിട്ടുപോയി, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വേരിയബിളിൽ നെയിം ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ പൈത്തൺ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള പൈത്തൺ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഈ ആൻഡും ബ്രേക്ക് എന്നുള്ളതൊക്കെ ഓൾറെഡി ഉണ്ട്. സോ അത് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ബ്രേക്ക് ഓൾറെഡി നമ്മളെ പൈത്തൺ ഒരു ഫംഗ്ഷൻ ആണ്, കീവേഡ് ആണ്. സോ അത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. കീവേഡ് ബ്രേക്ക് ഈക്വൽ ടു ബ്രേക്ക് തന്നെ കൊടുത്തു നോക്കാം. എന്നിട്ട് റൺ ചെയ്ത് കാണാൻ പറ്റും സിൻടാക്സ് എന്ന് കാണാൻ പറ്റും, ഇൻവാലിഡ് സിൻടാക്സ്. സോ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വേരിയബിൾ എന്ന ടോപ്പിക്കിൽ ഉള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് വേരിയബിളിലെ ഡാറ്റ ടൈപ്സ് ആണ്. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഏതൊക്കെ ടൈപ്പ് ഡാറ്റ നമുക്ക് പൈത്തണിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഇതാണ് നമ്മളെ പൈത്തണിലുള്ള വേരിയബിൾസ് ഡാറ്റ ടൈപ്സ്. ഇതിനു മുമ്പ് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ പൈത്തൺ ഈസ് ഡൈനാമിക്കലി ടൈപ്പ്ഡ്. ദ ടൈപ്പ് ഓഫ് ദ വേരിയബിൾസ് ഡിറൈവ്ഡ് ഫ്രം ദ വേരിയബിൾ ഇറ്റ് ഈസ് അസൈൻഡ്. ഡൈനാമിക് ആയിട്ട് എന്താ സംഭവിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മൾ ഈ ഒരു പൈത്തൺ അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സും കൂടി ഉണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പൈത്തണിൽ നമ്മൾ വേരിയബിൾ ഡാറ്റ ടൈപ്സിനെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫൈൻഡ് ചെയ്തു. നമുക്കത് മാനുവലി നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് വേരിയബിളിൽ ഇന്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, അഥവാ സ്ട്രിംഗ് ആണ് സ്റ്റോർ ചെയ്യുന്നത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ആദ്യം മനസ്സിലാക്കാം. സോ മറ്റു ലാംഗ്വേജസ് നമുക്കത് മെൻഷൻ ചെയ്യണം ഈ ഒരു വേരിയബിളിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നുള്ളത്. ഓക്കെ, അവിടെ അപ്പോൾ നമുക്ക് ഇവിടെ പൈത്തൺ നമുക്ക് അതിന്റെ ആവശ്യമില്ല. സോ ഓക്കെ, ഏതൊക്കെ ടൈപ്സ് ഉണ്ട് നോക്കാം. സോ ഫസ്റ്റ് ഉള്ളത് ഇന്റീജർ ആണ്. ഇന്റീജർ വെച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള 5, 6 നമ്മൾ നോർമൽ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഇന്റീജർ എന്നുള്ളത്. ഫ്ലോട്ട് എന്ന് വെച്ചാൽ നമ്പർ പ്ലസ് ഡെസിമൽ പ്ലേസും കൂടിയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ ഫ്ലോട്ട് നമ്പർ എന്ന് പറഞ്ഞത്. സ്ട്രിങ് നമ്മൾ നേരത്തെ കണ്ടു, ഡബിൾ കോഡിൽ സിംഗിൾ കോഡിൽ കൊടുക്കുന്ന ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളെ സ്ട്രിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബൂളിയൻ. ഈ ബൂളിയൻ എന്ന് വെച്ചാൽ നമ്മളെ 1, 0 അല്ലെങ്കിൽ ട്രൂ ഫോൾസ് രണ്ട് വാല്യൂ അതിലില്ലോ.
ഒന്ന് ഐദർ വൺ ഓർ സീറോ, ഐദർ ട്രൂ ഓർ ഫാൾസ്. ഈ രണ്ട് വാല്യൂ ബൂലിയൻ എന്നുള്ള ഡാറ്റ ടൈപ്സിൽ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ കുറെ കാര്യങ്ങൾ റൺ ചെയ്യുന്നത്. നമ്മളിപ്പം സിസ്റ്റത്തിലായാലും നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ഒക്കെ നമ്മൾ ബൂലിയൻ ആണല്ലോ, 1 0 എന്നുള്ള സംഭവം. സോ ഇവിടെ ബൂലിയൻ എന്നുള്ളത് എന്തിനാ വിളിച്ചിരുന്നത്, ഡാറ്റ എന്തൊക്കെ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു 1 and 0. കോംപ്ലക്സ് നമ്പേഴ്സ് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ ആ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഐ വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതിന് ആ ഒരു ഡാറ്റ ടൈപ്പ് സെപ്പറേറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു ക്ലാസ്സസ് ആണ്. ഈ ക്ലാസ്സസ് ആണ് നമ്മൾ പിന്നീട് പഠിക്കും, അതൊരു ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു കാര്യം ക്രിയേറ്റ് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ഒരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് യൂസർ ഡിഫൈൻഡ് ആണ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് ഡാറ്റ ടൈപ്സ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നുണ്ട്. വേറെ ഡാറ്റ ടൈപ്സ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, ഇൻഡ് വാർ എന്നുള്ളതിൽ 5 കൊടുത്താൽ ഇത് ഇതാണ്, ഇത് ഇൻറ്റീജർ ആണ്. ഫ്ലോട്ട് വാറിൽ 3.2 അത് ഫ്ലോട്ട് ആണ്. സ്ട്രിങ്ങിൽ ഫുഡ് അത് സ്ട്രിങ് ആണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യുക എന്നുള്ളത്. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാകും. സോ നമുക്ക് നെക്സ്റ്റ് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ഓരോ വേരിയബിളിന്റെ ടൈപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഏത് ടൈപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിന് നമുക്കൊരു വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ടൈപ്പ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ആ വേരിയബിൾ നമ്മൾ പാസ് ചെയ്താൽ അത് ഏത് ടൈപ്പാണെന്നുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ നെയിം എന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ടൈപ്പ് നെയിം. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ എന്താണ് ടൈപ്പ്, അതിന്റെ സ്ട്രിങ് ആണ് അതിന്റെ ടൈപ്പ് എന്നുള്ളത്. നമുക്ക് വേറെ പ്രിന്റ് ചെയ്യാം, പ്രിന്റ് ടൈപ്പ് 2 എന്നുള്ളത്, അഥവാ 2 എന്നുള്ള ഡയറക്റ്റ് കൊടുത്ത് വേരിയബിൾ യൂസ് ചെയ്യാൻ ഡയറക്റ്റ് കൊടുത്ത് നമുക്ക് നോക്കാൻ പറ്റും എന്താണ് അത് ഇൻറ്റീജർ ആണ്. നേരത്തെ നോക്കാം, പ്രിന്റ് ടൈപ്പ് 2.1. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫ്ലോട്ട് ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു വേരിയബിളിൽ ഏതാണ് ആ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത്രയാണ് നമ്മളെ ഡാറ്റ ടൈപ്സ് വരുന്നത്, വേരിയബിൾ ഡാറ്റ ടൈപ്സിലും. സോ നമുക്ക് ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാസ്റ്റിംഗിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കാസ്റ്റിംഗ് ആണ്. ഈ കാസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ ആണെങ്കിൽ ഫ്ലോട്ട് എന്നുള്ള വേരിയബിൾ, ഫ്ലോട്ട് എന്നുള്ള ആ ഒരു ടൈപ്പിൽ നിന്ന് ഏത് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, നമ്മൾ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ഒരു പ്രോസസ് നമുക്ക് എന്താ കാസ്റ്റിംഗ് എന്ന് പറയാം. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്കത് ഡെമോൺസ്ട്രേറ്റ് നോക്കാം. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാസ്റ്റിംഗിനെ കുറിച്ചിട്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം കുറച്ച് മൊത്തം കമാൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് എ എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് 2 ആണ്, 2.2 എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് കാണാൻ പറ്റും, ഇതിന്റെ ടൈപ്പ് പ്രിന്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ടൈപ്പ് എ. പ്രിന്റ് ചെയ്യുമ്പം ഇതിന്റെ ടൈപ്പ് എന്താ വരുന്നത്, ഫ്ലോട്ട് ആണ് വരുന്നത്. പക്ഷെ എനിക്ക് ഈ ഒരു ഇതിനെ നമ്മൾ ഒരു എ എന്നുള്ളതിന്റെ ഫ്ലോട്ട് എന്നുള്ള ടൈപ്പ് നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, നമുക്ക് എയിലേക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അതിന് എ എന്നിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു എക്സ്ട്രാ കാര്യങ്ങളിലെ ഇന്ത്യ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് കൊടുത്താൽ വാല്യൂ കൊടുത്താൽ പിന്നെ നമ്മൾ ഈ ഒരു വേരിയബിളിന്റെ ഡാറ്റ ടൈപ്സ് എന്നത് എന്തായിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും. മനസ്സിലായോ? ഇനിയിപ്പോ നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ തിരിയും, ടൈപ്പ് എ. ഇവിടെ ഫസ്റ്റ് എന്തായിരുന്നത്, ഫ്ലോട്ട് ആയിരുന്നു. രണ്ടാമതാക്കി നമ്മൾ എയിലേക്ക് എന്താ അസൈൻ ചെയ്തു, ഇന്ത്യ അസൈൻ ചെയ്തു. അഥവാ ഈ ഒരു എ എന്നുള്ളതിനെ ഇൻറ്റീജറാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായി മാറിയത്, എയിലേക്ക് ആ എ എന്തായി മാറി, ഇപ്പം ഇൻറ്റീജറായി മാറി. നമുക്ക് വീണ്ടും ഫ്ലോട്ടിലേക്ക് കൊണ്ടുവരണം, എന്താക്കണം, നമ്മള് ഫ്ലോട്ട് എ എന്ന് കൊടുത്തു. ഫ്ലോട്ട് എ തൊട്ട് എന്താ സംഭവിക്കുന്നത്, ഇനിയിപ്പോ എ എന്തായി മാറും, ഫ്ലോട്ടായി മാറും. കണ്ടോ, ടൈപ്പ് എ. ഇവിടെ ഇപ്പൊ എന്തായി മാറി, ആദ്യം ഫ്ലോട്ടിന് ഇൻറ്റീജറിലേക്ക് മാറി, ഇൻറ്റീജറിന് വീണ്ടും എന്തായി മാറി, ഫ്ലോട്ടിലേക്ക് മാറി. ഇങ്ങനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു വേരിയബിൾ ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമ്മളെ നമുക്കത് ഇനിയിപ്പം സ്ട്രിങ്ങിന്റെ കാസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ STR ആണ്. STR ആണ് ഏത് വരിക, സ്ട്രിങ്ങിന്റെ കാസ്റ്റിംഗ് വരിക. അത് ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രിന്റ്, ഓക്കെ വെയിറ്റ്, നമുക്ക് വേറെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, പ്രിന്റ് 1 എന്നുള്ളത്. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ടൈപ്പ് ഒന്ന് കൊടുക്കാം,
ടൈപ്പ് ബി എന്ന് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള കമാൻഡ് ചെയ്യാം. സോ ഇപ്പൊ എന്താണ് ബിന്റെ ടൈപ്പ് ഇന്റിജർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പം ബി ഈക്വൽ ടു എസ് ടി ആർ ഓഫ് ബി. അതിനുശേഷം നമ്മൾ പ്രിന്റ് ചെയ്യുന്നു ടൈപ്പ് ബി. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഇന്റീജർ ആയിരുന്നു, അത് എന്തായി മാറി, പിന്നീട് സ്ട്രിംഗ് ആയി മാറി. സോ ഈ 3 ടൈപ്പിലാണ് നമ്മൾ ഡാറ്റയെ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്റീജറിന് ഫ്ലോട്ടും, ഫ്ലോട്ടിന് ആ ഒരു രീതിയിലാണ് ഒരു ടൈപ്പിൽ മറ്റൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. സോ ഇത്രയാണ് കാസ്റ്റിംഗ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഈ ഒരു നമുക്ക് ഇന്നത്തെ ലെക്ചറിൽ ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം നെക്സ്റ്റ് ലെക്ചറിൽ. സോ